മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന 4-ാം ഭാഗത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെ അനുച്ഛേദം 40 എന്താണ് പറയുന്നത്? ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ PSCയുടെ ഏതു പരീക്ഷയിലും പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്നു. അത് 10th ലെവലിലുള്ളതാകട്ടെ, അല്ലെങ്കിൽ LGS ലെവലിലാകട്ടെ, +2 ലെവലിലുള്ള പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാൻ, ട്രെയിനി തുടങ്ങിയ തസ്തികകൾ കാണപ്പെടുന്നു. ഡിഗ്രി ലെവലിലുള്ള LSJ സെക്രട്ടറിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. തീർച്ചയായും തദ്ദേശ സ്വയംഭരണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുടെ ബാഹുല്യം അവിടെ ഉണ്ടാവും. സബ് ഇൻസ്പെക്ടർ പോലുള്ള തസ്തികകളിലും ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഈ അടുത്ത കാലത്തായി ഫയർമാൻ ട്രെയിനിയുടെ ഒരു പരീക്ഷ നടന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 4-5 ചോദ്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി ഉണ്ടായത്. ഇപ്രകാരം ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ വളരെ സന്തുഷ്ടരായിരുന്നു. അവരെല്ലാം ശരിയാണെന്ന പ്രതീക്ഷയുടെ ഉത്തരം എഴുതി. പക്ഷെ അവരെഴുതിയ ഉത്തരങ്ങളിൽ അവർ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളിൽ അവർ നൽകിയ ഉത്തരം ശരിയായിരുന്നില്ല എന്ന കാര്യം അവർക്ക് പരീക്ഷാ ഹാളിന് പുറത്തെത്തിയപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പഠനത്തിലെ ഒരു ക്ലാരിറ്റി കുറവാണ് ഇതിന് കാരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ വരുന്ന 2 ഭരണഘടനാ ഭാഗങ്ങളുണ്ട്. ഭരണഘടനാ ഭാഗം 9-ഉം 9A-യും. ഇവയെപ്പറ്റി സമഗ്രമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. കമ്മീഷനുകളുണ്ട്, അവയെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിലുണ്ടാകുന്ന ആക്റ്റുകളിലൂടെ ഉണ്ടാക്കിയ പ്രൊവിഷൻസിനെ പറ്റി അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതു തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങളതിന് ആൻസർ ചെയ്തിരിക്കും. അത് ഞാൻ തെളിയിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ. ഇത് ആദ്യാവസാനം കാണാൻ ശ്രമിക്കുക. തീർച്ചയായും ഇതിൻ്റെ ഭരണഘടനാ പ്രൊവിഷൻസും അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആദ്യ ചോദ്യം ഇതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളുടെ സാംഗത്യം പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ ഭരണഘടനയുടെ 9-ാം ഭാഗം പഞ്ചായത്തുകളെ പറ്റി അല്ല പ്രതിപാദിച്ചിരുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ഇന്ത്യൻ ഭരണഘടന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അനുശാസിക്കുന്ന വനിതാ സംവരണം തെരഞ്ഞെടുപ്പ് വഴി നികത്തേണ്ട ആകെ എണ്ണത്തിന്റെ 1/3 അവിടെ 1 മാത്രം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം ശരി, 1ഉം 2ഉം തെറ്റാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകളെ നിങ്ങൾ എങ്ങനെ പരിഗണിക്കുന്നു? ഈ സ്റ്റേറ്റ്മെന്റുകളെ പറ്റി നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഉത്തരം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ച ശേഷം ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. നോക്കൂ, പാർട്ട് 9 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ചരിത്രമുണ്ട്. 1950 ജനുവരി 26-നാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പാർട്ട് 9 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാർട്ട് 1956 ഒക്ടോബർ 31 വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പരാമർശിച്ചിരുന്നത് പഞ്ചായത്തുകളെ പറ്റിയല്ല, ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സിനെ പറ്റിയാണ്. നമുക്കറിയാം, അന്ന് പ്രിൻസിലി സ്റ്റേറ്റ്സ്, പ്രോവിൻസുകൾ, അതുപോലെ തന്നെ ലെഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലുള്ള ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സ്, ഇങ്ങനെയാണ് സ്റ്റേറ്റുകൾ ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നത്. 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടന നടന്നതിന് ശേഷമാണ് അവിടെ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും വരുന്നത്. അപ്പൊ അന്ന് ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സിനെ പറ്റിയാണ്
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പാർട്ട് 9 പരാമർശിച്ചിരുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നാലും നമുക്ക് ഉത്തരം നൽകാം. 1956 ഒക്ടോബർ 31 വരെ അങ്ങനെയായിരുന്നു. 1956 നവംബർ 1 മുതൽ 1993 ഏപ്രിൽ 23 വരെ ഇതുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പ്രോവിൻസുകളോ ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കുന്ന സ്റ്റേറ്റുകളോ ആ ഒരു സങ്കല്പം ഇല്ലാതെയായി. അതോടെ 9ാം ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഡെലിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ 1956 നവംബർ 1 മുതൽ 1993 ഏപ്രിൽ 23 വരെ 9ാം ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല. തുടർന്ന് നമുക്കറിയാം 1992 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 24/4/1993 മുതൽ 9ാം ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പക്ഷെ അവിടെ കൂട്ടിച്ചേർത്തപ്പോൾ സബ്ജക്റ്റ് മാറി. സബ്ജക്റ്റ് ഏതാണ് വന്നത്? പഞ്ചായത്ത്. കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരം വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിലേക്ക് വന്നു. മാത്രമല്ല, ഇനി ചോദ്യങ്ങൾ അതിലുപരി ചോദിച്ചാലും നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പാർട്ട് 9 എന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ അത് പഞ്ചായത്തിനെ പറ്റി ആയിരുന്നില്ല, ഗ്രൂപ്പ് ഡി സ്റ്റേറ്റിനെ പറ്റിയായിരുന്നു. 1956 നവംബർ 1 അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. കാരണം നമുക്കറിയാം 1956 ഒക്ടോബർ 31 വരെയാണ് അത് നിലനിന്നത്. ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സിനെ പറ്റിയായിരുന്നു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടന്നപ്പോൾ ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സ് എന്നുള്ള സങ്കല്പം മാറി, അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് അത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് എപ്പോഴാണ്? പിന്നീട് അത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് 73ാം ഭരണഘടനാ ഭേദഗതി 1992 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 24/4/1993 മുതലാണ്. അവിടെ പരാമർശിക്കപ്പെട്ട വിഷയം പഞ്ചായത്താണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നത് പഞ്ചായത്തുകളിലെ സ്ത്രീ സംവരണം 1/3 ആണെന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 1/3 പറഞ്ഞത്. 1/3 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9 പഞ്ചായത്തുകളെ പറ്റി പരാമർശിക്കുന്ന പാർട്ട് 9 243 സംവരണത്തെ പറ്റി പറയുന്നത്. അവിടെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ പറ്റിയും സ്ത്രീ സംവരണത്തെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അവിടെ 243(3) എന്താണ് സംവരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കൂ. ആകെ എണ്ണത്തിന്റെ 1/3 കുറയാതെ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് SC/ST സ്ത്രീകൾ ഉൾപ്പെടെ SC/ST വിഭാഗം ജനസംഖ്യാനുപാതികമായിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. അവിടെ സ്ത്രീകൾക്ക് വേണ്ടി 1/3 കുറയാതെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉൾപ്പെടുത്തപ്പെടുന്ന സ്ത്രീകളും ഇവിടെ പരിഗണിക്കപ്പെടും. ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകെ എണ്ണത്തിന്റെ 1/3 കുറയാതെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം, SC/ST സ്ത്രീകൾ ഉൾപ്പെടെ. ഇതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കാര്യം വ്യക്തമാണ്. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ ഭരണഘടന 9ാം ഭാഗം പഞ്ചായത്തുകളെ പറ്റി അല്ല പ്രതിപാദിച്ചിരുന്നത്. പിന്നെ എന്തിനെ പറ്റിയാണ്? ഗ്രൂപ്പ് ഡി സ്റ്റേറ്റ്സിനെ പറ്റിയാണ് പ്രതിപാദിച്ചത്. 1992 73ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് പഞ്ചായത്തിനെ പറ്റി പരാമർശിക്കുന്ന ഒരു ഭരണഘടനാ ഭാഗമായി 9 മാറിയത്. 1956 ഒക്ടോബർ 31 ശേഷം പിന്നീട് 92 73ാം ഭരണഘടനാ ഭേദഗതി നടക്കുന്നത് വരെയുള്ള ആ ഒരു കാലയളവിൽ പാർട്ട് 9 ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യം അറിയുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു, അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അനുശാസിക്കുന്ന വനിതാ സംവരണം തെരഞ്ഞെടുപ്പ് വഴി നികത്തേണ്ട ആകെ എണ്ണത്തിന്റെ 1/3 പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? 1/3 3/1 കുറയരുത് എന്നാണ് എവിടെ പറഞ്ഞത്? ഇതിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളിൽ വ്യക്തമായി പറഞ്ഞത് 1/1 കുറയരുത്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നമ്മൾ 50% ഏർപ്പെടുത്തിയിട്ടുണ്ട്, 2/1 ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? 1/1 കുറയരുത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ 1/1 പറഞ്ഞത്. അപ്പൊ അത് തെറ്റ്. അപ്പോൾ 1 മാത്രമാണ് ശരി. അപ്പൊ ഇത് ഞാൻ
ഇങ്ങനെയൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ചോദ്യങ്ങളുടെ സങ്കീർണത നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ പഠിച്ച് മുന്നോട്ട് നീങ്ങുക, പ്രത്യേകിച്ചും ഭരണഘടനാപരമായ കാര്യങ്ങൾ. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് എന്നൊരു ചോദ്യം. എനിക്കറിയാം നിങ്ങൾക്കിതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ആ അനുച്ഛേദം 40 എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന 4-ാം ഭാഗത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെ അനുച്ഛേദം 40 എന്താണ് പറയുന്നത്? ഗ്രാമപഞ്ചായത്തിനെ സംഘടിപ്പിക്കാനും അവർക്ക് സ്വയംഭരണത്തിന്റെ യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ ആവശ്യമായി വരുന്ന അധികാരങ്ങൾ നൽകാനും ഭരണകൂടം നടപടികൾ കൈക്കൊള്ളും എന്ന് പറയുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ സംഘാടനത്തെ പറ്റി പറയുന്ന മാർഗനിർദ്ദേശക തത്വം അനുച്ഛേദം 40 നമുക്കവിടെ അറിയാം, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളെ പോലെ ജസ്റ്റിഫിയബിൾ അല്ല, അത് ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ പഞ്ചായത്തുകളെ പറ്റിയുള്ള ആകെ ഒരു പരാമർശമുണ്ടായിരുന്നത് ഭരണഘടനയുടെ 4-ാം ഭാഗത്തുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളിൽ മാത്രമായിരുന്നു. ഗാന്ധിജിയുടെ സ്വപ്നം ഗ്രാമസ്വരാജ് ആയിരുന്നു. പഞ്ചായത്തി രാജ് എന്ന വാക്ക് കോയിൻ ചെയ്തത്, ആദ്യമായി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു, രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു അനുച്ഛേദം കൊടുത്തു. അത് കമ്പൾസറി അല്ല, വേണമെങ്കിൽ ചെല്ലിയ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണ്. കാരണം നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഓപ്ഷനിൽ വരുമ്പോൾ തന്നെ അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കൽ, അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ്, അനുച്ഛേദം 51 അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കൽ, അനുച്ഛേദം 48 പരിസ്ഥിതി സംരക്ഷണം. ഇതൊക്കെയാണ്. ഇവയൊക്കെ നിർബന്ധമല്ല, വേണമെങ്കിലാകാമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് സമ്പ്രദായത്തെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് തുടക്കത്തിൽ പഞ്ചായത്തിനെ പറ്റി, പഞ്ചായത്തിന് ഭരണഘടനാ സംരക്ഷണം കൊടുക്കുന്ന ഒരു പാർട്ട് അതിലില്ലാതെ പോയത്. ആ പാർട്ട് 1992 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനായത്. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണത്? നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ്. പഞ്ചായത്തി രാജ് എന്ന വാക്ക് തന്നെ ഉറവിടമെടുക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൽ നിന്നാണ്. എന്നിട്ടും എന്തേ ഭരണഘടന നിലവിൽ വരുമ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ 40 ആർട്ടിക്കിളിൽ മാത്രം ഒതുങ്ങിപ്പോയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഭരണനിർമ്മാണ സമിതിയിൽ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ ഇന്ത്യക്ക് 3ാമതായി ഒരു അധികാര കേന്ദ്രമുണ്ടാകുന്നത് ഇഷ്ടപ്പെട്ടില്ല. അംബേദ്കറെ പോലുള്ള ആൾക്കാർ പറഞ്ഞത്, പ്രാദേശിക തലത്തിൽ ജാതി മത സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, സങ്കുചിത ചിന്താഗതികൾ ഉണ്ടാവും, അതുകൊണ്ട് കേന്ദ്രം സംസ്ഥാനം എന്നതിലുപരി 3ാമതൊരു സർക്കാർ, പ്രാദേശിക സർക്കാർ ആവശ്യമില്ല എന്ന ചിന്താഗതിയായിരുന്നു അംബേദ്കർക്ക്. ആ ചിന്താഗതിയെ ജവഹർലാൽ നെഹ്റുവും പിന്തുണച്ചു. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന ഒറിജിൻ ചെയ്യുമ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകുന്ന ഒരു പാർട്ട്, ഒരു ഭാഗം അതിലില്ലാതെ പോയത്, പ്രൊവിഷൻസ് അതിലില്ലാതെ പോയത്. ഈ ഒരു പോയിന്റും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പരിരക്ഷ നൽകിയ 73, 74 ഭേദഗതികളുടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗങ്ങളെ പറ്റിയും അനുച്ഛേദങ്ങളെ പറ്റിയും ഷെഡ്യൂളുകളെ പറ്റിയും ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ
പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന ഭരണഘടനാ ഭാഗം 9. ഭരണഘടനാ ഭാഗം 9 ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങൾ 243 മുതൽ 243 വരെ. അവിടെ ഒരു ഷെഡ്യൂൾ കൂടി ഉൾപ്പെടുത്തി. അഡീഷണലായി 10 ഷെഡ്യൂൾ വരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 11ാമത്തെ ഒരു ഷെഡ്യൂൾ ഉൾപ്പെടുത്തി. അപ്പോൾ പഞ്ചായത്തുകൾക്ക് വേണ്ടി 73ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ട ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക ഷെഡ്യൂൾ 11 ഭാഗം 9. അനുച്ഛേദങ്ങൾ 243 മുതൽ 243 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗര പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വേണ്ടി ഒരു ഭരണഘടനാ ഭാഗം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭാഗം 9A. ഈ 9A എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴേ ഉണ്ടായിരുന്നില്ല. 9 അന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഗ്രൂപ്പ് ഡി സ്റ്റേറ്റുകൾക്ക് വേണ്ടിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ 9 അന്നില്ല. 9 ഒറിജിൻ ചെയ്യുന്നത് 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമാണ്. അപ്പോൾ ഭരണഘടനയുടെ പ്രാരംഭത്തിൽ 9 ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഭാഗം 9യിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങൾ 243 P2, 243 ZG. അവിടെ നഗര പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ഷെഡ്യൂൾ കൂടി ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തി. ഷെഡ്യൂൾ 12. ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1992 ആക്ട്. പ്രസ്തുത ആക്ട് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പരിരക്ഷ നൽകി. നമുക്കറിയാം, നേരത്തെ ആർട്ടിക്കിൾ 40 മാർഗനിർദ്ദേശത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ സംഘാടനം. ഇവിടെ 73ാം ഭരണഘടനാ ഭേദഗതി ആക്ട് 1992 73ാം ഭേദഗതി ആക്ടിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പരിരക്ഷ നൽകപ്പെട്ടു. അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗം 9. അപ്പോൾ പഞ്ചായത്തുകളെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം 9. അവിടെയുള്ള ആർട്ടിക്കിളുകൾ 243 മുതൽ 243 വരെയുള്ള ആർട്ടിക്കിളുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധികാരങ്ങൾ ഗ്രാമവികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിപണി, റോഡുകൾ, കുടിവെള്ളം തുടങ്ങിയ സുപ്രധാനമായ 29 വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ആ പട്ടികയാണ് 11ാം ഷെഡ്യൂൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 9ാം ഭാഗം കൂട്ടിച്ചേർക്കപ്പെട്ടു. 9ാം ഭാഗത്ത് 243 മുതൽ 243 വരെയുള്ള ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഷെഡ്യൂൾ 11 ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 74ാം ഭരണഘടനാ ഭേദഗതി 1992 നഗരസഭാ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സംരക്ഷണം നൽകിയ ഭരണഘടനാ ഭേദഗതി 74ാം ഭരണഘടനാ ഭേദഗതി. അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗം 9A. ആർട്ടിക്കിളുകൾ 243 P മുതൽ 243 ZG വരെ. ഈ അനുച്ഛേദങ്ങളും ഇതോടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയോട് ഒരു ഷെഡ്യൂൾ കൂടി 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ആ ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 12. ഇപ്പോൾ ഷെഡ്യൂൾ 11 ഷെഡ്യൂൾ 12 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളാണ് 12. മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന 18 കാര്യങ്ങളാണ് ഷെഡ്യൂൾ 12 പ്രതിപാദിക്കുന്നത്. ഒരു ചോദ്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം നോക്കൂ. 1. 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. 74ാം ഭേദഗതി നഗരപാലികാ സമ്പ്രദായവുമായി ബന്ധമുള്ളതാണ്. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റിനെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്.
ഈ ചോദ്യം ഫയർമാൻ ട്രെയിനിക്ക് ചോദിച്ച ഒരു ചോദ്യവുമാണ്. എന്തുത്തരമായിരിക്കും നിങ്ങൾ പറയുക? 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, സംശയമില്ല. അവിടെയാണല്ലോ 9A എന്നുള്ള പാട്ട് നിലവിൽ വന്നത്. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയാണല്ലോ ഭരണഘടനയിൽ 9-ാം പാട്ട് ഉണ്ടായത്, സംശയമില്ല. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. തെറ്റ്. ഈ രണ്ട് മഹാപ്രതിഭകൾ യോജിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു പാർട്ടോ ആർട്ടിക്കിളുകളോ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാകാതെ പോയത്. പിന്നെ ഗ്രാമസ്വരാജിനെ പരിഗണിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 40 മാത്രം ഗ്രാമപഞ്ചായത്ത് ഒതുങ്ങി നിന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ 1ഉം 2ഉം ശരിയാണ്. ഇവിടെ 1ഉം 2ഉം ശരിയാണ്. പക്ഷേ നെഹ്റു, അംബേദ്കർ തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. അടുത്തതായി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഇവിടെ 50 ഉണ്ട് കേട്ടോ, 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായി സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഇവിടെ ശരിയായ പ്രസ്താവന ഏത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ശരിയായ പ്രസ്താവനയായി നമുക്ക് എന്തായിരിക്കും പറയാൻ കഴിയുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% സംവരണം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കേരളത്തിൽ 50% കൊടുത്തിട്ടുണ്ട്. ഭരണഘടനാപരമായി നോക്കുമ്പോൾ അവിടെ പറയുന്നത് എല്ലാ സ്റ്റേറ്റുകൾക്കും 50% കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ പറയുന്നത് 1/3 കുറയാത്ത സംവരണമാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് കാണാം. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ട്. യെസ്, നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. SC-ക്കല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വനിതകൾക്കല്ലേ ഉള്ളൂ? ഇങ്ങനൊരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ, ഇതുപോലെ കമ്പൽസറി അല്ല, വേണമെങ്കിൽ OBC സംവരണവും നൽകാമെന്ന് നമ്മുടെ ഭരണഘടനയുടെ 9-ാം പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തട്ടിയാണ്, ഇത് ഫയർമാൻ ട്രെയിനിക്ക് ചോദിച്ച ചോദ്യമാണ്, ഇവിടെ തട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ താഴെ വീണത്. അവർക്ക് ഉത്തരം എഴുതാൻ കഴിയാതെ, അല്ലെങ്കിൽ അവർ തെറ്റായ ഉത്തരം രേഖപ്പെടുത്തി നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൂട്ടിയത്. അവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 2ഉം 3ഉമാണ് ശരി. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, വ്യക്തതയോടുകൂടിയ പഠനത്തിലൂടെ നമുക്ക് ശരിയായ രീതിയിൽ ഉത്തമ വിശ്വാസത്തോടു കൂടി ഉത്തരം എഴുതാൻ കഴിയും. നോക്കൂ, നമ്മുടെ ഇവിടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ പാർട്ട് 9 243D എന്ന അനുച്ഛേദമുണ്ട്. ആ D എന്ന അനുച്ഛേദത്തിലെ സബ്സെക്ഷനുകളാണ് സംവരണത്തെപ്പറ്റി വ്യക്തമായി പറയുന്നത്. അവിടെ 243D1 പറയുന്നു, ഓരോ പഞ്ചായത്തിലും SC/ST വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ സംവരണം നൽകണം. അപ്പോൾ SC/ST വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ സംവരണമാണ് പറയുന്നത്. 243D1 പറഞ്ഞത്. 243D2 എന്താ പറഞ്ഞത്? SC/ST സംവരണ സീറ്റുകളിൽ 1/3 കുറയാതെ SC/ST സ്ത്രീകൾക്ക് നൽകണം. SC/ST സംവരണം നടത്തുമ്പോൾ തന്നെ അവിടെ 1/3 കുറയാത്ത സീറ്റുകൾ SC/ST സ്ത്രീകൾക്ക് നൽകണമെന്ന് പറയുന്നു. തുടർന്ന് നമ്മൾ ഇവിടെ D3 എത്തുമ്പോൾ വനിതാ സംവരണത്തെ പറ്റിയാണ് പറയുന്നത്. 243D3 എത്തുമ്പോൾ അവിടെ വനിതാ സംവരണത്തെ പറ്റിയാണ് പറയുന്നത്. D1 SC/STയെ പറ്റി പറഞ്ഞു, D2 SC/ST വനിതകളെ പറ്റി പറഞ്ഞു. 243D3 എന്താണ് പറയുന്നത്?
ആകെ എണ്ണത്തിന്റെ 1/3 കുറയാതെ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ആ സംവരണത്തിൽ SC ST സ്ത്രീകളുടെ എണ്ണവും ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ 1/3 കുറയാതെ, 1/1 ഒരു ക്വസ്റ്റ്യനെ കണ്ടാൽ അത് തെറ്റാണ്. 50% എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ തെറ്റാണ്. അവിടെ പറയേണ്ട പ്രൊവിഷൻ എന്താണ്? 1/3 കുറയാതെ. പക്ഷെ കേരളത്തിൽ എത്ര ശതമാനം സംവരണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 50% സംവരണം എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ വന്ന പിന്നാക്ക സമുദായത്തെ പറ്റിയുള്ള കാര്യം. നമുക്കറിയാം 243 ഡിയിലാണല്ലോ സംവരണത്തെ പറ്റി പറയുന്നത്. 243 D6-ൽ പിന്നാക്ക വിഭാഗ സംവരണത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതൊരു കമ്പൾസറി ആയിട്ടുള്ള കാര്യമല്ല. സ്റ്റേറ്റുകൾക്ക് ആവശ്യമെങ്കിൽ നിയമസഭയുടെ അംഗീകാരം വാങ്ങിക്കൊണ്ട് അങ്ങനെ ചെയ്യാം. നോക്കൂ, പിന്നാക്ക വിഭാഗ പൗരന്മാർക്ക് അനുകൂലമായി ഏതെങ്കിലും പഞ്ചായത്തിൽ സ്ഥാനങ്ങളും ചെയർപേഴ്സൺ പദവികളും സംവരണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്നോ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ മണ്ഡലത്തെ തടയുന്നതല്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ മണ്ഡലത്തിന് അവിടെ പഞ്ചായത്തുകളിൽ OBCക്ക് വേണ്ടി ഒരു സംവരണം ഏർപ്പെടുത്തണമെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് സംസ്ഥാന നിയമനിർമ്മാണ സഭയെ ഇന്ത്യൻ ഭരണഘടന തടയുന്നില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ OBC സംവരണവുമാകാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ SC ST സംവരണം പോലെ, വനിതാ സംവരണം പോലെ അതൊരു മസ്റ്റല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം അറിവുകൾ നമ്മൾ പലപ്പോഴും പഠിച്ചു പോകുമ്പോൾ കിട്ടാത്ത അറിവുകളാണ്. ഇത്തരം അറിവുകൾ കിട്ടുമ്പോൾ വളരെ വ്യക്തതയോടെ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇപ്പോൾ ഇവിടെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. 50% സീറ്റുകൾ കേരളത്തിലാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഭരണഘടനാപരമായിട്ട് 1/3 കുറയാതെയുള്ള സംവരണം എന്നാണ് പറയുന്നത്. പിന്നെ ജനസംഖ്യാനുപാതികമായി സംവരണം SC ST വിഭാഗങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കി. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്ന, ആവശ്യമെങ്കിൽ എന്ന വാക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റൂ, മസ്റ്റ് അല്ല. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഞാൻ ഈ എടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ 3, 4, 5 ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. പക്ഷെ ഇത് ആർക്കും തെറ്റിപ്പോയില്ല, എല്ലാവരും ഉത്തരം എഴുതി കാണും. നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, നമുക്കറിയാവുന്ന കാര്യമാണത്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല, അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യസഭയിലേക്കോ പാർലമെന്റിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? only 1 and 3. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമല്ല. അപ്പോൾ ഇവിടെ ഉത്തരം വ്യക്തമായല്ലോ. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? 243K. എത്രയാണ്? 243K എന്നുള്ള വകുപ്പാണ്. 243K. അതുപോലെ തന്നെ അവിടെ 243 എന്ന ഒരു ആർട്ടിക്കിൾ കൂടി ഓർക്കണം. അതെവിടെയുള്ളതാണ്? 9A അവിടെ എന്താ പറയുന്നത്? 243K പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം നഗരസഭകളിലേക്കുള്ള ഇലക്ഷൻ നടത്തണമെന്നാണ് 243 പറയുന്നത്. അപ്പോൾ 243Kയും 243 നമ്മൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. താഴെ പറയുന്നതിൽ ഗ്രാമസഭകളെ പറ്റിയുള്ള ശരിയായ ജോഡി ഏത്? അനുച്ഛേദം 243B നിർവചനം. അനുച്ഛേദം 243A അധികാരങ്ങൾ സംസ്ഥാന നിയമസഭ വ്യവസ്ഥ ചെയ്യുന്നത് പോലെയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പാർട്ട് 9 അനുച്ഛേദങ്ങളിലൂടെ സഞ്ചരിച്ച്
വ്യക്തമായും ആ അനുച്ഛേദങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ കഴിയൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 ജോഡികളും ശരിയാണ്. അനുച്ഛേദം 243 ബിയിൽ നിർവചനമാണ്. നമുക്കറിയാം 243 തുടങ്ങുന്നത്. 243 മുതൽ 243 ഓ വരെയാണ് 9ാം പാർട്ടിലുള്ളത്. അതിൽ 243 എന്ന് വന്നിട്ട് 243ന്റെ തന്നെ സബ്സെക്ഷനായിട്ട് സ്മാളിലായി ഇടുക. സബ്സെക്ഷൻ വരുമ്പോൾ സ്മാളിലാണ് ഇടുക. സ്മോൾ എ, സ്മാൾ ബി, ഇങ്ങനെ തുടങ്ങും. സ്മാൾ എ തൊട്ട് സ്മോൾ ജി വരെ ഉള്ള സബ്സെക്ഷനുകളുണ്ട്. അവയൊക്കെ 243ന്റെ സബ്സെക്ഷനാണ്. അതിൽ ബി എന്ന സബ്സെക്ഷനിൽ ഗ്രാമസഭ എന്നതിന്റെ നിർവചനമാണ് നൽകിയിരിക്കുന്നത്. കറക്റ്റ് ആണ്. അപ്പോൾ ആ ജോഡി കറക്റ്റ് ആണ്. അനുച്ഛേദം 243 ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ അതെന്താണ്? 243 നമ്മൾ പറഞ്ഞു. 243ൽ തന്നെ 243 A-G ഉണ്ട്. അതിനുശേഷം അടുത്തതായി വരുന്ന 243 കഴിഞ്ഞു വരുന്ന മെയിൻ ആർട്ടിക്കിളാണ് 243A. 243A. 243Aയിൽ എന്താ പറയുന്നത്? പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ പഞ്ചായത്തുകളുടെ അല്ല, ഗ്രാമസഭകളെ പറ്റിയുള്ളതാണിത്. ഗ്രാമസഭയുടെ അധികാരങ്ങൾ സംസ്ഥാന നിയമസഭ വ്യവസ്ഥ ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതായത് ഗ്രാമസഭ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ നിർവചനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്രാമസഭയ്ക്ക് എന്തൊക്കെ അധികാരങ്ങൾ നൽകണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. അതിനെപ്പറ്റി ഭരണഘടന പറയുന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ 2 ജോഡിയും ഇവിടെ വ്യക്തമായും ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? വ്യക്തതയോടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകണം. കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇവിടെ നമുക്ക് 1ഉം 2ഉം ശരിയാണെന്ന് കാണാം. അവിടെ നമ്മൾ വ്യക്തമായിട്ട് ഓർക്കുക, 243ൽ തന്നെ സബ്സെക്ഷൻ ബി വരുമ്പോൾ ഗ്രാമസഭയുടെ നിർവചനമാണ്. എന്നാൽ അനുച്ഛേദം 243 ബിയിൽ എന്താ പറഞ്ഞത്? 243 എയിൽ എന്താണ് പറഞ്ഞത്? അധികാരങ്ങൾ സംസ്ഥാന നിയമസഭ വ്യവസ്ഥ ചെയ്യുന്നത് പോലെയാണ് ഗ്രാമസഭയുടെ അധികാരങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇനി 243 ബി ഉണ്ട്, ക്യാപിറ്റൽ ബി. അതൊരു പ്രത്യേക ആർട്ടിക്കിളാണ്. 243 ബിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റിയാണ് പറയുന്നത്. 243 ഡിയെ പറ്റി നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അവിടെ സംവരണത്തെ പറ്റിയാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സംവരണത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു കഴ്സൺ പ്രഭു, റിപ്പൺ പ്രഭു, ഡൽഹൌസി, വേവൽ. ഇത് ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉത്തരം നൽകുമെന്ന് കരുതുന്ന ഒരു ചോദ്യമാണ്. റിപ്പൺ പ്രഭു, നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ സംവിധാനം നടപ്പിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അന്ന് ലോക്കൽ ബോഡി എന്നാണ് അത് അറിയപ്പെട്ടത്. അപ്പോഴത് റിപ്പൺ പ്രഭുവാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നതിന് പകരം പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ റിപ്പൺ പ്രഭുവിന്റെ പേര് പറയരുത്. അതാരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു, ഇന്ത്യയിലെ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആദ്യമായി സ്ഥാപിതമായത് എപ്പോഴാണ് എന്നൊരു ചോദ്യം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആദ്യമായി സ്ഥാപിതമായത് എപ്പോഴാണ്? ഓപ്ഷൻ ഡിയിൽ പറയുന്ന 1959 ഒക്ടോബർ 2-നാണ്. ഭരണഘടനാ പദവിയോടുകൂടിയുള്ളതല്ല കേട്ടോ. പഞ്ചായത്തി രാജ് നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞതനുസരിച്ച് പിന്നീട് വന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അദ്ദേഹത്തെയാണല്ലോ നമ്മൾ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വരുന്നത് 1959 ഗാന്ധി ജയന്തി ദിവസമാണ്. ഒക്ടോബർ 2-നാണ്. 1959 ഒക്ടോബർ 2-ന്. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. 1959 ഒക്ടോബർ 2-ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്? രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിൽ.
ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സമ്പ്രദായം നിലവിൽ വരുന്ന സംസ്ഥാനമേതെന്ന് പലപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ഏത് ജില്ലയാണ്? നാഗോർ ജില്ല. രാജസ്ഥാനിലെ നാഗോർ ജില്ലയിലാണ് 1959 ഒക്ടോബർ 2 പഞ്ചായത്തി രാജ് ആദ്യമായി സ്ഥാപിതമായത്. എന്നാൽ പഞ്ചായത്തി രാജിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തത്, ഭരണഘടനാപരമാക്കിയത്, അതായത് നമുക്കറിയാം അത് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നറിയാം, 9-ാം പാർട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതോടുകൂടിയാണെന്നറിയാം. അത് എന്താണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്ത് രാജ് വാസ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഇൻ ഇന്ത്യ ത്രൂ ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഇൻ 1992. മനസ്സിലായോ? അപ്രകാരം 73-ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ആദ്യമായി ആ സമ്പ്രദായം 1972 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള പഞ്ചായത്തി രാജ് സമ്പ്രദായം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശാണെന്ന കാര്യവും മറക്കരുത്. ഇപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആദ്യമായി സ്ഥാപിതമായത് രാജസ്ഥാനിലാണ്, നാഗോർ ജില്ലയിലാണ്. അത് 1959 ഒക്ടോബർ 2 പക്ഷെ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയുള്ള ഭരണഘടനാപരമായ പഞ്ചായത്തി രാജ് സമ്പ്രദായം ആദ്യം നടപ്പാക്കിയ സ്റ്റേറ്റ് മധ്യപ്രദേശാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കമ്മിറ്റി, പ്രത്യേകം ശ്രദ്ധിക്കണം, പാർലമെന്ററി കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കമ്മിറ്റി തുങ്കോൺ കമ്മിറ്റിയാണ്. നമുക്കറിയാം 2 കമ്മിറ്റികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അതിലൊന്ന് തുങ്കോൺ കമ്മിറ്റിയും മറ്റൊന്ന് LM സിംഗ്വി കമ്മിറ്റിയുമാണ്. ആദ്യം ആവശ്യപ്പെട്ടത് LM സിംഗ്വി കമ്മിറ്റിയാണ്. അതൊരു ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്, ഗവൺമെന്റ് കമ്മിറ്റിയാണ്. പക്ഷേ തുങ്കോൺ കമ്മിറ്റിയാണ് പാർലമെന്ററി കമ്മിറ്റി. ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 73-ാം ഭരണഘടനാ ഭേദഗതി ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്റ് കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ തുങ്കോൺ കമ്മിറ്റി എന്ന് പറയും. എന്നാൽ ഗവൺമെന്റ് കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ LM സിംഗ്വി കമ്മിറ്റി എന്ന് നമ്മൾ പറയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആദ്യം ശുപാർശ ചെയ്തത് 1986 LM സിംഗ്വി കമ്മിറ്റിയാണ്. അതൊരു ഗവൺമെന്റ് കമ്മിറ്റിയായിരുന്നു. 1988 നിയോഗിക്കപ്പെടുകയും 1989 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തൊരു കമ്മിറ്റിയാണ് തുങ്കോൺ കമ്മിറ്റി. അതൊരു പാർലമെന്ററി കമ്മിറ്റിയായിരുന്നു. ഇവിടെ നമുക്ക് കുറേ കമ്മീഷനുകളെ പറ്റിയൊക്കെ പഠിക്കേണ്ടതുണ്ട്. അവിടെ നമുക്കറിയാം ബൽവന്ത് റായ് മേത്ത, നമുക്കറിയാം ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവാണ്. അദ്ദേഹം പിതാവെന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെതാണ്. 1957 അദ്ദേഹമാണ് ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത്. പക്ഷേ അദ്ദേഹം ഭരണഘടനാപരമായ സംരക്ഷണമൊന്നും അതിൽ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പിതാവായി പരിഗണിക്കുന്നത്. പിന്നെ അശോക് മേത്ത കമ്മിറ്റി 1977 അദ്ദേഹം ഒരു ദ്വിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനമാണ് ശുപാർശ ചെയ്തത്. പിന്നെ GVK റാവു കമ്മിറ്റിയുണ്ട്. അദ്ദേഹം ജില്ലാ പരിഷത്ത് ഇന്ത്യയുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ പ്രിൻസിപ്പൽ ബോഡി ആയിരിക്കണം ജില്ലാ പരിഷത്ത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ LM സിംഗ്വി കമ്മിറ്റിയും തുങ്കോൺ കമ്മിറ്റിയും. LM സിംഗ്വി കമ്മിറ്റിയാണ് ആദ്യമായി ഭരണഘടനാപരമായ പദവി പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് പറഞ്ഞത്. തുടർന്ന് വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് തുങ്കോൺ കമ്മിറ്റി. 1988 തുങ്കോൺ കമ്മിറ്റി അതൊരു പാർലമെന്ററി കമ്മിറ്റിയാണ്. ഇതൊരു സർക്കാർ കമ്മിറ്റിയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ 1988 AICC നിയോഗിച്ച ഒരു കമ്മിറ്റിയെ പറ്റി കൂടി നിങ്ങൾ ഓർക്കണം, ഗാഡ്ഗിൽ കമ്മിറ്റി. 1988 ഗാഡ്ഗിൽ കമ്മിറ്റി മികച്ച പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്ന കാര്യം ഈ കമ്മിറ്റി വ്യക്തമാക്കുകയുണ്ടായി. നമുക്കിവിടെ തുടർന്നും പഞ്ചായത്തി രാജിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പഞ്ചായത്തി രാജ് ആക്ടിനെ പറ്റി അതിൻ്റെ സവിശേഷതകളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ സവിശേഷതകൾ നമുക്കറിയാം. 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അവയിൽ ഏതേത് വിഭാഗങ്ങൾ, അവയുടെ നമ്പറുകൾ എന്തൊക്കെയാണ്,
അവയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്, ജനസംഖ്യയിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ വിവിധ കാര്യങ്ങൾ നമുക്ക് അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റിസർവേഷനെ പറ്റിയും മറ്റു പല പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സമഗ്രമായി ചർച്ച ചെയ്യാം. അപ്പോൾ ആ ക്ലാസ് കൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പഞ്ചായത്തുകളെ പറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെപ്പറ്റി ഒരു തെറ്റും കൂടാതെ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷയെ നേരിടുവാൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ആ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുവാൻ ഈ ക്ലാസ് നിങ്ങളെ പ്രാപ്തമാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും വലുത്. ഇനി അതല്ല, ഇവിടെ ക്ലാസ്സിൽ ഭേദഗതികൾ വേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിർദ്ദേശിക്കേണ്ടതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്നായി പഠിക്കുക, നന്നായി മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2024 തന്നെ ജോലി കരസ്ഥമാക്കാൻ കഴിയും. വിജയാശംസകൾ. ഗുഡ് ബൈ.